നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനം ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം. അദ്ദേഹം ആ വാഹനത്തിൻ്റെ മുൻസീറ്റിലിരുന്ന് അദ്ദേഹം കൈവീശുന്നുണ്ട്. രണ്ട് വശത്തുമായി കാത്തു നിൽക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രി കടന്നു പോവുകയാണ്. നോക്കൂ, ഇപ്പോൾ വളരെ കൃത്യമായ അദ്ദേഹത്തിൻ്റെ ദൃശ്യം നമുക്ക് കാണാം. എന്തായാലും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിന് ചൂട് പിടിപ്പിച്ച് സ്റ്റാർ ക്യാമ്പയിനർമാർ ഈ കളം നിറയുകയാണ്. NDA അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനർ നരേന്ദ്രമോദിയെ തന്നെ കളത്തിലിറക്കുകയാണ്. അതും വലിയ പ്രതീക്ഷ NDA വെക്കുന്ന പാലക്കാട് മണ്ഡലത്തിലാണ് അദ്ദേഹം എത്തുന്നത്. പാലക്കാട് ജില്ലയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ആ വേദിയിലുണ്ടാകും. കോട്ട മൈതാനത്ത് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിന് മുൻപായി മേഴ്സി കോളേജ് മുതൽ കോട്ട മൈതാനം വരെയുള്ള ദൂരം അദ്ദേഹം സഞ്ചരിക്കുകയാണ്. റോഡ് ഷോയാണ്. രണ്ട് വശത്തും നിൽക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. വളരെ പതുക്കെയാണ് ആ വാഹനം കടന്നു പോകുന്നത്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്ന വേഗം നമുക്കറിയാം. പക്ഷേ ഇത് രണ്ട് വശങ്ങളിലുമായി അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന NDAയുടെ പ്രവർത്തകർ, അദ്ദേഹത്തിനായി മുദ്രാവാക്യം വിളിക്കുന്ന NDA പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് കൈ വീശി കാണിച്ച് അദ്ദേഹം കടന്ന് പോവുകയാണ്. നന്ദഗോപാൽ, അദ്ദേഹം കടന്നു പോകുമ്പോൾ ഏത് തരത്തിലാണ് പ്രവർത്തകരുടെ ആവേശം? അത് എത്രത്തോളമുണ്ട്? അതാണ് ഒടുവിൽ പ്രധാനമന്ത്രി പാലക്കാടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മേഴ്സി കോളേജിലാണ് അല്പസമയം മുൻപ് അദ്ദേഹം ഇറങ്ങിയത്. നമ്മളിപ്പോൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു റോഡ് ഷോ ആണ്. മേഴ്സി കോളേജ് മുതൽ കോട്ട മൈതാനിയിലെ വേദിയിലേക്കാണ് ഇത്തരത്തിൽ റോഡ് ഷോ ഉണ്ടായിരുന്നത്. ഒരു വാഹനത്തിൽ അദ്ദേഹം പ്രവർത്തകർക്ക് കൈവീശി കാണിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇരുവശത്തും പ്രവർത്തകരൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. അവർ അഭിവാദ്യങ്ങളോടെയാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കുകയും ചെയ്തിട്ടുള്ളത്. പാലക്കാട് മേഴ്സി കോളേജിൽ നിന്നുമാണ് പ്രധാന വേദിയിലേക്കുള്ള ഭാഗത്തേക്ക് അല്പം ദൂരം മാത്രമാണെങ്കിലും ആ ദൂരത്തിൽ റോഡ് ഷോ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പ്രധാന വേദിയിലേക്ക് നരേന്ദ്രമോദി എത്തും. അവിടെ വലിയ തോതിൽ പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുന്നുണ്ട്. 2:30-ക്കാണ് പരിപാടി പറഞ്ഞിരുന്നതെങ്കിലും രാവിലെ 11 മണിയോടുകൂടി തന്നെ നിരവധി പ്രവർത്തകർ അവിടെ തിങ്ങി നിറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രധാനമന്ത്രി അവിടെ പറയുക എന്നുൾപ്പെടെയുള്ളത് വളരെ ആകാംക്ഷയോടെ ഇവർ കാത്തിരിക്കുകയാണ്. അല്പസമയം മുൻപ് പ്രധാനമന്ത്രി ഇതുവഴി റോഡ് ഷോ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും മണിക്കൂറുകളോളം കാത്തിരുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇതുവഴി കടന്നു പോയത്. ഇനിയിപ്പോൾ പ്രധാന വേദിയിലാണ് പരിപാടികളുള്ളത്. അവിടെയായിരിക്കും നരേന്ദ്രമോദിയെ സംസാരിക്കുകയും ചെയ്യുക. അവിടെ ആളുകൾ രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുകയുമാണ്. ഇവിടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടായിരുന്നു ഈ റോഡ് ഷോ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം ആളുകളെ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യം കാത്തിരിക്കുകയാണ് എല്ലാ പ്രവർത്തകരും. സാജിദ് അജ്മൽ ചേരുകയാണ് ഇപ്പോൾ പ്രധാന വേദിയിൽ നിന്ന്. സാജിദ്, മേഴ്സി കോളേജിൽ ഇറങ്ങിയ ശേഷം പ്രധാനമന്ത്രി നേരെ ഇപ്പോൾ കോട്ട മൈതാനത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ എത്തുന്നു എന്നുള്ള സൂചനകൾ അവിടെ ലഭിച്ചിട്ടുണ്ടാകും. സ്വാഭാവികമായും അവിടെ ഉയരുന്ന മുദ്രാവാക്യം വിളികൾക്ക് ശക്തി കൂടിയിട്ടുണ്ടാകും. എങ്ങനെയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്? ഏത് സമയവും നിമിഷവും അദ്ദേഹം പ്രധാന വേദിയിലേക്ക് എത്താം. ഞാൻ നേരത്തെ നന്ദഗോപാലിനോട് ചോദിക്കുകയായിരുന്നു, രണ്ട് മുന്നണികളെയും ഒരുപോലെ ആക്രമിക്കുക ആയിരിക്കും ഒരുപക്ഷെ മോദിയുടെ പ്രസംഗത്തിൽ ഉണ്ടാവുക. നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി എന്തൊക്കെ കാര്യങ്ങളാകും അദ്ദേഹം പറയുക എന്നുള്ളൊരു ആകാംക്ഷ കൂടിയുണ്ടല്ലോ. അപ്പോൾ അവസാന നിമിഷത്തെ കാത്തിരിപ്പാണ് അവിടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതെങ്ങനെയാണ് അവിടെ ഇപ്പോൾ? സാജിദ് അജ്മൽ, പ്രധാന വേദിയിൽ നിന്ന് കോട്ട മൈതാനത്തെ അവിടെ പൊതുയോഗം നടക്കുന്ന വേദിയിൽ നിന്ന് സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, പ്രധാനമന്ത്രി എത്താൻ ഇനിയിപ്പോൾ നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രവർത്തകരെല്ലാവരും വലിയ ആവേശത്തിലായിരിക്കുമല്ലോ അവിടെ. സാജിദുമായുള്ള ബന്ധത്തിൽ നേരിയ സാങ്കേതിക തടസ്സം. അവിടെ വലിയ മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം സാജിദിന് കേൾക്കാത്തത്. സാജിദ്, കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. സാജിദ്, പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉള്ളിൽ തന്നെ അവിടെ പ്രധാന വേദിയിലെത്തും. അവിടെ കോട്ട മൈതാനത്തെ വേദിയിലേക്ക് എത്തും. അപ്പോൾ എത്രമാത്രം ആവേശത്തിലാണ് അവിടെ പ്രവർത്തകരുള്ളത് ഇപ്പോൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് മേഴ്സി കോളേജിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി
ഇപ്പോൾ കോട്ട മൈതാനത്തേക്കാണ് പോകുന്നത്. കോട്ട മൈതാനത്തേക്ക് വലിയ ദൂരമില്ല, ആ ദൂരം അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ എത്തും. പക്ഷേ വലിയ വേഗത്തിലല്ല പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നത്. അദ്ദേഹം വളരെ പതിയെയാണ് ഇരുവഴികളിലുമായി കാത്തു നിൽക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ്, കൈവീശി കാണിച്ചാണ് പ്രധാനമന്ത്രി കടന്നു പോകുന്നത്. സ്വാഭാവികമായും കോട്ട മൈതാനത്തെത്തിയാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഇവിടെ LDF ഭരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ മോഹങ്ങളെല്ലാം പൊലിഞ്ഞതാണ്. പ്രധാനമന്ത്രി വന്ന് സംസാരിച്ചിരുന്നു, പ്രമുഖ നേതാക്കൾ എല്ലാവരും വന്ന് സംസാരിച്ചു പോയതാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ വന്ന് സംസാരിച്ചു പോയതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന് സംസാരിച്ചു പോകാറുണ്ട്. ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊക്കെ നരേന്ദ്രമോദിയും BJP നേതാക്കളും വന്ന് സംസാരിച്ചു പോകുമ്പോൾ അവിടെ അതെല്ലാം വോട്ടായി മാറാറുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം അങ്ങനെ BJPയെ സംബന്ധിച്ച് അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ നേട്ടങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി മോദി ഇപ്പോൾ കോട്ട മൈതാനത്തെ പ്രധാന വേദിയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ പ്രധാന വേദിയിലേക്ക് വരികയാണ്. അദ്ദേഹം പ്രവർത്തകരെ കൈവീശി അഭിവാദ്യം ചെയ്ത് പ്രധാന വേദിയിൽ എത്തിയിട്ടുണ്ട്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരും. സാജിദ്, പ്രധാനമന്ത്രി ഇപ്പോൾ കോട്ട മൈതാനത്തെ വേദിയിലെത്തി അല്ലേ?